പശ്ചിമ ബംഗാളിൽ നിന്ന് വളരെ സുപ്രധാനമായ ഒരു സർക്കാർ ഉത്തരവ് പുറത്തുവരികയാണ്. സ്കൂളുകൾക്ക് പുറമെ ഇനി സംസ്ഥാനത്തെ മദ്രസകളിലും വന്ദേ മാതരം നിർബന്ധം. ന്യൂനപക്ഷ കാര്യ മദ്രസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ അംഗീകൃത സ്ഥാപനങ്ങളിലും രാവിലെ അസംബ്ലി കൂടുമ്പോൾ വന്ദേ മാതരം മുഴുവനായും ആലപിക്കണം. ഒരാഴ്ച മുമ്പാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വന്ദേ മാതര പാരായണം നിർബന്ധമാക്കി നിർദ്ദേശം വന്നത്. മദ്രസ ഡയറക്ടറേറ്റ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പുതിയ ഉത്തരവ് പ്രകാരം എല്ലാ എയ്ഡഡ് അൺഎയ്ഡഡ് മദ്രസകളിലും ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് വന്ദേ മാതരം മുഴുവനായും ആലപിക്കണം. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് ഈ ഉത്തരവുകൾ പുറത്തിറക്കിയത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ട സമയത്ത് സ്വാതന്ത്ര്യ സമര സേനാനികൾ വ്യാപകമായി ആലപിച്ചിരുന്നതാണ് ഈ ഗാനം. ഈ വർഷം പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും രാഷ്ട്രീയ ചർച്ചയാവുകയായിരുന്നു വന്ദേ മാതരം. ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി നൽകി. സർക്കാർ സ്കൂൾ പരിപാടികളിലൊക്കെ ദേശീയഗാനത്തോടൊപ്പം വന്ദേ മാതരത്തിന്റെ 6 ഖണ്ഡികകളും ആലപിക്കുന്നത് നിർബന്ധമാക്കുകയായിരുന്നു. ഇത് വിവിധ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലും പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. ദിവസങ്ങൾക്ക് മുൻപ് തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ വന്ദേ മാതരം ആലപിച്ചത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. തമിഴ്നാട്ടിൽ വന്ദേ മാതരം ആലപിച്ചതിന് വിജയ്ക്കെതിരെ DMK രംഗത്തെത്തി. അതുപോലെ കേരളത്തിൽ വന്ദേ മാതരം ആലപിച്ചതിന് ഇടതുപക്ഷ പാർട്ടികളും വിമർശിച്ചു. എന്നാൽ പരിപാടികളുടെ ക്രമം രാജ്ഭവൻ തീരുമാനിച്ചിരുന്നതായിരുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കിയത്. മദ്രസകളിലെ സിലബസ് നിർബന്ധമായും പരിഷ്കരിക്കാൻ എപ്പോഴും കർശനമായ നടപടികൾ സ്വീകരിക്കാറുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വെറും മതം മാത്രം പഠിപ്പിക്കാതെ സയൻസും കണക്കും സിലബസിന്റെ ഭാഗമാകണം എന്നതാണ്. അതുപോലെ തന്നെയാണ് സുവേന്ദു അധികാരി. ഇത് മാത്രമല്ല മദ്രസ പഠനത്തിനൊപ്പം രാജ്യസ്നേഹം അത് ഓരോ പൗരനിലും ഉണ്ടാകണം എന്നത് തന്നെയാണ് ഈ ഉത്തരവിന് പിന്നിലുള്ളത്. UP-യിലെ മദ്രസകൾ പലപ്പോഴും വ്യത്യസ്തമാണ്. അതിന് കാരണമാകുന്നത് യോഗിയുടെ തീരുമാനങ്ങൾ. UP-യിലെ മദ്രസ വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹം നിറയ്ക്കാൻ പലപ്പോഴും അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളുമായിരുന്നു. മതത്തിന്റെ പേരിൽ ഒരാളുടെയും വികാരം വ്രണപ്പെടുത്താതെയാണ് പല നീക്കങ്ങളും നടത്തുന്നത്. സംസ്ഥാനത്തെ മദ്രസകളിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ദേശീയഗാനം ആലപിക്കണമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. അങ്ങനെ ദേശീയതയുടെ പാതയിൽ സഞ്ചരിക്കുന്നവയാണ് യോഗിയുടെ UP-യിലെ മദ്രസകൾ. എന്തായാലും ഇനി സുവേന്ദു അധികാരിയുടെ നാട്ടിലെ മദ്രസകളും യോഗിയുടെ UP-യിലെ മദ്രസകൾക്കൊപ്പം തന്നെ സഞ്ചരിക്കുകയാണ്. ഇതിൽ ഒന്നും മതമോ അല്ലെങ്കിൽ രാഷ്ട്രമോ അതൊന്നും കാണാതെ രാജ്യസ്നേഹം എന്ന ആ ഒരു വികാരം മാത്രം കാണുകയാണെങ്കിൽ ഇതിൽ വിമർശനത്തിന്റെയും വിവാദത്തിന്റെയും ആവശ്യമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ.